എനിക്ക് കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അന്ന് ഈ കുട്ടിയെ അവിടെ ഉണ്ടായിരുന്നു, രേണുസുതി. ഇവിടെ ഉണ്ടല്ലോ, ഇത് കണ്ടുപിടിക്കുമ്പോ അന്ന് അത് ഇങ്ങനെയൊക്കെ സ്വർണ്ണക്കടത്തെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെയൊക്കെ ഒരു ഗ്യാങ് തന്നെ ഉണ്ട്. പിന്നെ ഞാൻ സത്യത്തിൽ ഷെബീനയുടെ ഇതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ, ഷെബീന ഇതൊന്നും ഇത് പറയുന്നതെല്ലാം സത്യമായ കാര്യങ്ങളാണ്. ഇതിനൊക്കെ ഇവിടെ ഒരു ഗ്യാങ് തന്നെ ഉണ്ട്. ഇവളെയൊക്കെ പിടിക്കാനാണില്ലെന്ന് പെണ്ണുങ്ങൾ മാസത്തിലും ആഴ്ചയിലും 2 ആഴ്ച മുമ്പാണ് നാട്ടിൽ പോകുന്നത്. പോയിട്ട് നാട്ടിൽ നിന്ന് വെമ്പുതറയും കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ആ വീഡിയോയിൽ തന്നെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഈ പാപ്പിലോണിൻ്റെ തന്നെ ഒരു അവിടുത്തെ ആ മാനേജർ എന്ന് പറയുന്ന ഒരുത്തൻ്റെ ആദ്യം റാസൽ കെയ്മ, അത് കാന്താരി റെസ്റ്റോറൻ്റ് ആയിരുന്നു. അതിപ്പോൾ ആ കാന്താരി റെസ്റ്റോറൻറ്റ് മാറിയിട്ട് ആ റാസൽ കൈമയിൽ ഇപ്പോൾ വേറെ ഏതോ പേരിലാണ് ഒരു ബാർ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരിക്കുന്നത്. അവിടെയാണ് ഇപ്പം ഈ അടുത്ത കാലത്ത് ഈ രേണു ഇപ്പോൾ പോയിട്ട് വന്നത്. ഇവരുടെ ഒരു പിന്നെ റെസ്റ്റോറൻ്റ് ആയിരുന്നു, പാപ്പുലർ റെസ്റ്റോറൻറ്റ് പുതിയതായിട്ട് തുടങ്ങി. അന്ന് രേണു സുധിയെ വരഞ്ഞു തുടങ്ങി. അന്ന് ഞാൻ ചെന്നപ്പോഴാണ് പാപ്പുലൂണിൽ വെച്ചിട്ട് സുധീനെ രേണുവിനെ കാണുന്നത്. ഇപ്പം ഷെഫീനെ പറഞ്ഞൊരു കാര്യമില്ലേ, ഈ സ്വർണ്ണക്കടത്തും അതും ഇവർ ആഴ്ചയിലും മാസത്തിലും പോണ പെണ്ണുങ്ങളുണ്ട് അവിടെ. ഇപ്പോഴെ എണ്ണത്തിന് ഞാൻ പറഞ്ഞു വരാം, ഇതെല്ലാം രഹസ്യമായിട്ടാണ്. ജന നാട്ടിൽ പോകും, നാട്ടിൽ നിന്ന് കൊച്ചു കൊമ്പളാരെ കൊണ്ടുവരും. അങ്ങനത്തെ പരിപാടികളാണ് ഇവിടെ നടത്തുന്നത്. ഇവർക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ സൈഡായിട്ട് സ്വർണ്ണത്തിൻ്റെ ഉണ്ട്. എന്നാൽ അതിലുള്ള ഞാൻ ഈ പറയുന്ന ബിസിനസ് ചെയ്യുന്ന ഒരു ലേഡി എവളുമായിട്ട് നദിയിൽ ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഒരാൾ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പാടുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ ഉണ്ട്. പക്ഷെ എൻ്റെ വേറൊന്നും പറയണ്ട കേട്ടാ, സംഭവം ഇതിങ്ങനെ ഇങ്ങനത്തെ സംഭവം അവിടെ നടക്കുന്നുണ്ട്. ഇവക്കും ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ പക്ഷേ ഇപ്പം എന്നെ പാവം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. നല്ല ഞാൻ എനിക്ക് വാട്സപ്പ് നമ്പറൊക്കെ വാങ്ങിച്ച് എനിക്ക് മെസ്സേജും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അവളൊന്ന് ഓവറായിപ്പോയി. അതാണ് കൂടുതലും തോന്നുന്നത്. പക്ഷേ സ്വന്തമായിട്ട് ഭർത്താവ് മരിച്ച് സ്വന്തമായിട്ട് ജോലി ചെയ്തൊക്കെ ജീവിക്കുന്നതും സ്വന്തം കാലിൽ നിൽക്കുന്നതും എല്ലാം നല്ലത് തന്നെയാണ്. ഞാനും 10 വർഷമായി ഞാൻ ഒരു സിംഗിൾ മദറാണ്. എൻ്റെ മോൾ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയുക, നമ്മൾ സ്വന്തമായിട്ട് ജീവിക്കുന്നതാണ്. നമുക്ക് ചിലപ്പോൾ പലരിൽ നിന്നും നമുക്ക് പല ആക്ഷേപങ്ങളും കേൾക്കേണ്ടി വരും, അതൊക്കെ ശരിയാണ്. പക്ഷേ കുറച്ച് ഓവറായി പോകുന്നത്, അത് ഷെബീന പറഞ്ഞത് കറക്റ്റാണ്. ഇത് കണ്ടാലൊരു പാവം കുട്ടിയാണ്. ഞാൻ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു എങ്ങനെ ആ കുട്ടി എങ്ങനെയെന്ന്. പക്ഷേ ഓവർ റിയാക്ഷൻ കാണിക്കുന്ന ഒരു രീതിയിൽ കാണുമ്പോഴത്തേക്ക് ചിലർക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ തോന്നാറുണ്ട്. സാരി വേണമെങ്കിൽ മര്യാദയ്ക്ക് ഉടുത്ത് നിൽക്കാം. അപ്പം അത് കാണിക്കണം എന്നുള്ള ഒരു ഇതിലായി എന്നല്ലോ അങ്ങനെ ഇരുന്നത്. നമുക്ക് മറച്ചു വെച്ച് ഡാൻസ് കളിക്കണമെങ്കിൽ നമുക്ക് മറച്ചു വെച്ച് ഡാൻസ് കളിക്കാം പല ഭാഗങ്ങളും ഇല്ലേ. ഞാനുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഇതിൻ്റെ ഗ്യാങ് കുറേ സാധനങ്ങളുണ്ട്. ഞാനിപ്പോൾ ആ ഗ്രൂപ്പിനകത്ത് ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഞാൻ വലിയ ആക്റ്റീവൊന്നും അല്ല. ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിൽ ഞങ്ങൾക്ക് കുറേ കലാകാരന്മാരെല്ലാം ഉള്ളത് കൊണ്ട് നിൽക്കുന്നവൻ. പക്ഷെ അതിൻ്റെ അകത്തൊരു ഗ്യാങ് തന്നെ ഉണ്ട്. ഈ പെണ്ണുകൂട്ടിക്കൊടുപ്പും ഈ പറയുന്ന അവളത്തെ ഈ ആഴ്ചയിൽ എങ്ങനെയാണ് നാട്ടിൽ പോണേന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. സത്യം, ഇത് സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നൊരു കാര്യമില്ല. ഇതിൻ്റെ ഒരു ഗ്യാങ് തന്നെയുണ്ട്. പക്ഷേ ഇവളെയൊക്കെ പിടിക്കാൻ ആരും ഇല്ലെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ദുബായ് രാജ്യത്തെ ഇവിടെ ഇത് ഇല്ലീഗലാണ്. ഇല്ലീഗൽ പ്രവൃത്തികൾ മാത്രമാണ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഫ്രണ്ടിൽ 2 ബംഗ്ലാദേശ് വെച്ചിട്ട് ഒരു തീരുപ്പം, അതിൻ്റെ 1 നമ്പർ ഈ ബിസിനസ് നടത്തുന്നതിൻ്റെ ഒരു മെയിൻ ഒരാളാണ് അവൾ. ഇവളൊക്കെ ആയിട്ട് നമ്മുടെ ആ ഗ്രൂപ്പിനകത്ത് ഞാൻ ചെല്ലുന്ന സമയത്തൊക്കെ നല്ല കൂട്ടായിരുന്നു. പക്ഷേ ഇവളുടെ ഈ ബിസിനസ് ഇവളെ ഇങ്ങനത്തെ ഇതാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ ഇതൊക്കെ ആയിട്ട് ഞാൻ എല്ലാ കൂട്ടുകെട്ട് ഞാൻ കട്ട് ചെയ്തു. ഇവക്കിതാണ് ബിസിനസ്. അവളാണ് ആ ഫ്രണ്ട് ഇരിക്കുന്നത്. ഇനിയൊരു വീഡിയോ ഉണ്ട്, അത് ഞാൻ എൻ്റെ മറ്റേ ഫോണിലാണ് കിടക്കുന്നത്. ആ വീഡിയോയ്ക്കകത്ത് അവളുടെ അടുത്തിരുന്ന് രഹസ്യം പറയുന്നതും എല്ലാം കാണാം. അങ്ങനത്തെ വൃത്തിയിട്ടവളുമാരാണ്. ഇവളുമാർക്ക് കൂട്ടു നിൽക്കാനായിട്ട് ഒരുപാട് പണമുള്ള ആണുങ്ങൾ ഒക്കെ ഉണ്ടാവും ഒക്കെ സപ്പോർട്ട് ചെയ്യാനും കൂട്ടു നിൽക്കാനും ഒക്കെ. അതാണ് മെയിനായിട്ടുള്ളത്. നമ്മളതുകൊണ്ടൊക്കെയാണ് ഈ കൂടുതലും ഒന്നും പറയാതെ നമ്മളെ കാര്യം നോക്കി ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ അങ്ങ് പോകുന്നത്. ഇവർക്ക് ഈ ഒരുപാട് വലിയ വലിയ ഗ്യാങ്ങുകളാണ് ഇവരുടെ കസ്റ്റഡി. സത്യത്തിൽ ഞാൻ സഫീനയുടെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. ഈ ലാസ്റ്റ് പറഞ്ഞ് ഇപ്പം ഷെബീന പറയുന്ന കാര്യങ്ങൾ കറക്റ്റായ കാര്യങ്ങളാണ്. ഈ പോവുകയും വഴിയും ചെയ്യുന്നതിൻ്റെ പിന്നിൽ എന്തോ ദുരുദ്ദേശമുണ്ട്. അത് സീരിയസ് ആയ കാര്യമാണ്. ദുരുദ്ദേശം എന്ന് പറഞ്ഞാൽ എവളെന്നല്ല, ഇനി ഈ മാസത്തിനും ആഴ്ചയിലും ഇങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ പിന്നെ
അവിടെ അവിടെ ഈ പറയുന്ന സൈഡിൽ കൂടെ ഈ സ്വർണ്ണത്തിൻ്റെ സംഭവം ഇവരെന്നല്ല ഒട്ടുമിക്ക പെണ്ണുങ്ങളുടെ നാട്ടിൽ നിന്ന് 6 മാസത്തോളം പോവുകയും വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. ഇവർ മാസം തോറും ലീവിന് നാട്ടിൽ പോകുന്നതിനാണ് ഇവർ അന്വേഷിക്കേണ്ടിയുള്ളത്. ഇവരൊക്കെ വരുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ തിരിച്ചു പോകുന്നത് എന്താണ്, അത് അന്വേഷിക്കേണ്ടിയുള്ളതാണ്. കറക്റ്റായ കാര്യമാണ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേര് ഒരു വീക്കണറ്റ് എന്നാണ് ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേര്. അതിനകത്ത് കുറേ എണ്ണം ഉണ്ട് നീതി കണക്കുള്ള വൃത്തിയുടെ സാധനങ്ങൾ. ആ ഗ്രൂപ്പിനകത്ത് ഇവരില്ല. ഞാൻ പറയുന്നത് ഈ പറയുന്ന ആ ഒരു ലേഡി വാട്സപ്പ് ഗ്രൂപ്പിനകത്തുണ്ട്. ആ ലേഡിയാണ് ആ ഫ്രണ്ട് ഇരിക്കുന്നത്. അവരെ കാരണം പല ആൾക്കാർ ആ ഗ്രൂപ്പിനകത്ത് നിന്ന് ഇവർ ഇങ്ങനെ ഉണ്ടെന്നുള്ള അറിഞ്ഞിട്ട് പല ആൾക്കാർ ആ ഗ്രൂപ്പിനകത്ത് നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇവർക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ആണെന്ന് അറിഞ്ഞിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. പല ആൾക്കാർ ഇവിടെ പല ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പലരും ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരുടെ കയ്യിൽ പണം ഉള്ളതുകൊണ്ട്, ഇവർക്ക് ഒരുപാട് പിരിപാടുള്ളതുകൊണ്ടും പണം ഉള്ളതുകൊണ്ടും ആരും പേടിച്ചിട്ടൊന്നും പറയൂല. ഈ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ആ പാപ്പുലർ റെസ്റ്റോറൻറ്റിലെ മാനേജറാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. പാപ്പുലർ റെസ്റ്റോറൻറ്റിലെ മാനേജറാണ് എടുത്തിരിക്കുന്നത്. അങ്ങേരെ ഇൻസ്റ്റാഗ്രാമിൽ ഇത് കിടക്കുന്ന കണ്ടിട്ട് ഞാനിത് ഡൗൺലോഡ് ചെയ്തെടുത്തതാണ് ഈ വീഡിയോ. ഇനി ഒരു വീഡിയോ കൂടെ ഉണ്ട്, അത് വേറെ ഫോണിലാണ് കിടക്കുന്നത്. പിന്നെ അത് ആ വീഡിയോയ്ക്കകത്ത് കറക്റ്റ് ഇവൾ അവിടെ ഇരുന്നിട്ട് കള്ളു കുടിക്കുന്നതും പിന്നെ ഇവളവിടെ ഇരിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പാപ്പുലർ റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം ചെയ്യാനൊന്നും അല്ല ഇവൾ അന്ന് പോയത്. അവിടെ വരുന്ന ആൾക്കാരെ പിന്നെ സോപ്പിടാനും അവിടെ ആൾക്കാരെ പിന്നെ ഡീൽ ചെയ്യാനും, അപ്പം ഇവളെടുത്ത് പോപ്പുലറായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇവളെ കാണാനും അതിന് വേണ്ടിയിട്ട് വരുന്നത്. ഇത്രയും ആൾക്കാരുടെ അടുത്ത് പോയി സംസാരിക്കുന്നു, അവർക്ക് നമ്പർ കൊടുക്കുന്നു ഒക്കെ ഞാൻ അവിടെ കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ച് പിന്നെ ഇവളെങ്ങനെ ആളെങ്ങനെ പാവമാണെന്ന് തോന്നുന്നല്ലേ, പാവം. ഞാൻ പറഞ്ഞ് ഞാൻ ഇന്നൊരു ദിവസമല്ലേ കണ്ടോളൂ, പക്ഷെ കണ്ടിട്ട് സംസാരമൊക്കെ കേട്ടിട്ട് പാവം പോലെയാണ് തോന്നുന്നത്. പിന്നെ ഓരോരുത്തർ ജീവിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് അവർക്ക് ഒരു ജോലി കൊടുക്കാൻ പറ്റൂല, പിന്നെ അവരെങ്ങനെ ജീവിക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ അന്നത് തള്ളിക്കളഞ്ഞു. പക്ഷേ ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ അവൾ മുകളിലോട്ട് കുറച്ചുകൂടെ വൃത്തികേടായിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. അതാണ് കൂടുതലും ഞാൻ എൻ്റെ വീഡിയോ ഞാൻ ഇങ്ങനെ കാണാറുണ്ട്. എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ പിന്നെ ഇവളൊക്കെ നമ്മൾ വേണമെങ്കിൽ എന്തും ചെയ്യാനായിട്ട് പഠിക്കില്ല. അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ആ ഫ്രണ്ട് ഇരിക്കുന്നതൊക്കെ. അവർക്കൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ആണുങ്ങളും പണമുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും പിന്നെ പലരും ഉണ്ട്, പിടിപാടുള്ള. അങ്ങനത്തെ ഇതാണ് അവർക്കൊക്കെ കയ്യിലുള്ളത്. അതുകൊണ്ട് നമ്മൾ സത്യം പറഞ്ഞാൽ ഒന്നും പേടിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഒന്നും പറയാത്തത്. ഇങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട്, ഇങ്ങനെ കുറേ ഈ ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ സൈഡായിട്ട് നാട്ടിൽ നിന്ന് പെണ്ണുങ്ങളെ കൊണ്ടുവരാൻ പോകുമ്പോഴത്തേക്ക് പിന്നെ ഈ പറയുന്ന പോലെ സ്വർണ്ണം 5 പവൻ വീതം കൊണ്ടുപോകാമല്ലോ. തിരിച്ചിങ്ങാട്ട് വരുന്നവർക്ക് കൊണ്ടുപോകല്ലോ. അത് കഴിഞ്ഞ് വിസിറ്റിന് തിരിച്ച് പോണ പെമ്പിളൊക്കെ കയ്യിൽ 5 പവൻ വെച്ച് കൊടുത്തു വിടാമല്ലോ. ഇതിന് വേണ്ടിയിട്ടായിരിക്കാം മിക്കവാറും കൊണ്ടുവിടുന്നത്. അവളാണെങ്കിൽ ആ ഫ്രണ്ടിരിക്കുന്നവൾ റൂം എടുത്തിട്ടുണ്ട് ഈ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇവൾ ഇഷ്ടംപോലെ ആൾക്കാരോട് അന്ന് അവിടെ ഫോണിൽ നമ്പർ കൊടുക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. പിന്നെ അന്നേ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ദുരൂഹതകളുണ്ടെന്നുള്ളതെന്ന് മനസ്സിലായി. ആ വീഡിയോയിൽ ഫ്രണ്ട് സീറ്റിൽ ഒരു പെണ്ണുമ്പിള്ള 2 പെൺപിള്ളറേയും വെച്ചിരിക്കുന്നത് അവർക്ക് ഇവിടുത്തെ പെണ്ണുങ്ങളെ പെൺവാണിഫ അതിലുള്ള ഒരു ലേഡിയാണ് ആ ഫ്രണ്ട് ഇരിക്കുന്നത്. അവർക്ക് ഇതാണ് ബിസിനസ്. നാട്ടിൽ നിന്ന് പെണ്ണുങ്ങളെ കൊണ്ടുവരിക, ആൾക്കാർക്ക് കൊടുക്കുക, ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക, അതൊക്കെയാണ് അവരുടെ ജോലി. ആ ഫ്രണ്ട് ഇരിക്കുന്ന ലേഡിയുടെ ജോലി അതാണ്. പെണ്ണും പിള്ളേരുടെ ബിസിനസ് അതാണ്. പിന്നെ അവരെ പൊക്കിയാൽ എന്നൊക്കെ പിടിക്കാൻ പറ്റും. അവരെ പൊക്കിയ കാരണം അവരുടെ നമ്പർ അവർ ഈ പോകുന്ന മരുന്നും ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഈ UAE പോലീസായാലും നാട്ടിലുള്ള പോലീസായാലും അവരെ കറക്റ്റ് പൊക്കി കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. കാരണം ആ പെണ്ണുമ്പിള്ളേരെ വർഷങ്ങളോടെ പെണ്ണുമ്പിള്ള വെച്ച് നടത്തുന്ന പരിപാടിയാണ് ഈ പറഞ്ഞ ഒരു ഇത്. അത് അവളുടെ സുഹൃത്ത് വലയിലുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ കയ്യിൽ കാശുള്ളതിന് പുറത്ത് ആരും ഒന്നും മിണ്ടൂല. ഈശ്വര, എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ഇത്രയും നാൾ ആരോപണം മാത്രമായിരുന്നു, പക്ഷേ ഇപ്പോൾ വോയിസും വീഡിയോസും ഒക്കെ പുറത്ത് വന്നു തുടങ്ങി. ഈ പറയത്തില്ലേ, കള്ളങ്ങൾ അധിക നാൾ മൂടി വെക്കാനാവത്തില്ല എന്ന്. നമ്മൾ തന്നെ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. ഒരുപാട് പേരുടെ സംശയങ്ങളായിരുന്നു ഈ മാസം ദുബായിലേക്കുള്ള യാത്ര. ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങളില്ലേ? അത് മാത്രമല്ല, ഒരു ഉദ്ഘാടനത്തിന് നാട്ടിൽ നിന്നും അത്രയ്ക്ക് പോപ്പുലർ അല്ലാത്ത
അത്രയ്ക്ക് സെലിബ്രിറ്റി ഒന്നും അല്ല. ഒരു ആൽബം ഷൂട്ട് ചെയ്ത് നടക്കുന്ന ഒരാൾക്ക് അത്ര ഒരു വലിയ സെലിബ്രിറ്റി ആയിട്ടൊന്നും ആരും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരാളെ ഇങ്ങനെ മാസം മാസം ദുബായിലേക്കൊക്കെ കൊണ്ടുപോവുക, ഇനോഗ്രേഷനെ കൊണ്ടുപോവുക, പെട്ടികൾ 3-4 പെട്ടികൾ നിറച്ച സമ്മാനങ്ങളുമായിട്ട് വരിക, ഡയമണ്ട് ആയിട്ട് വരിക, അങ്ങനെയൊക്കെ കണ്ടപ്പോഴേ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പോൾ പുറത്ത് വരുന്ന ഓരോരോ വോയിസും വീഡിയോസും ഒക്കെ കണ്ടിട്ട് ഏകദേശം അതൊക്കെ ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ്. നമ്മുടെ കേരളത്തിലെ പ്രഗത്ഭരായ നടിമാർ പോലും ഇങ്ങനെ മാസാമാസം ദുബായിലേക്ക് പറക്കുന്നില്ല. അത് മാത്രമല്ല, ഈ ബാറിൻ്റെ ആ ഒരു അന്തരീക്ഷമൊക്കെ കണ്ടിട്ട് അത്ര വെടുപ്പല്ല എന്ന് നമുക്ക് നേരത്തെ തന്നെ തോന്നിയിട്ടുള്ള കാര്യമാണ്. പിന്നെ കുറച്ച് വെളുപ്പിക്കുന്ന കുറച്ച് ടീംസ് ഉണ്ടല്ലോ. എന്താണ് കുഴപ്പം? അത് ഒരു വിധവയല്ലേ, അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, അവർക്ക് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്ത് ജീവിച്ചോട്ടെ, അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് വെളുപ്പിക്കൽ ടീംസ് ഉണ്ട്. കാരണം ഇവർ ചെയ്യുന്നത് ഒന്നും തെറ്റല്ല, ഇവർ ചെയ്യുന്ന ഒന്നും കുറ്റമല്ല. ഇവർ വൾഗറായിട്ട് എൻ്റെ വട ചെറിയ വടയാണ്, എൻ്റെ വട വലിയ വടയാണ്, എൻ്റെ വട അവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ, ഇമാതിരിയൊക്കെ മോശമായിട്ട് സംസാരിച്ചിട്ട് പോലും ഒരു പുണ്യാളത്തി കണക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. അപ്പോൾ ഈ ഒരു വോയിസ് പുറത്ത് വന്നാലും ഏയ് അതിലെന്താണ്, ഇതൊക്കെ ആരോപണമല്ലേ എന്ന് പറയുന്ന വെളുപ്പിക്കൽ ടീംസും ഉണ്ടാകും. ഈ പറഞ്ഞ പോലെ ഇതിന്റെ പിന്നിൽ ഇതുപോലെയൊക്കെയുള്ള നിഗൂഢതകൾ ഉണ്ടെങ്കിൽ അത് പുറത്ത് വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഒരാൾ ദുബായിലേക്ക് പോയി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1 ലക്ഷം രൂപയോളം ചിലവ് വരും. വിസയും ടിക്കറ്റും എല്ലാം വെച്ചിട്ട് 1 ലക്ഷം രൂപയോളം ചിലവ് വരും. ചിലപ്പോൾ അതിൽ കൂടുതലാകാം. അപ്പം ഇത്രയധികം ചിലവ് വരുത്തി ഒരാളെ നാട്ടിലേക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ കാര്യമില്ലേ? ഒരു ബ്യൂട്ടി പാർലറിൻ്റെ ഉദ്ഘാടനം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബാറിൻ്റെ ഉദ്ഘാടനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേട്ടുകേഴ്വി പോലുമില്ല. കേരളത്തിൽ നിന്ന് നടിമാരെ കൊണ്ടുപോയി ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നതായിട്ട് പോലും കേട്ടിട്ടില്ല. പിന്നെ ഇവരൊരു നടിയുമല്ല, നടിയാണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇവർ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല, സീരിയലിലും അഭിനയിച്ചിട്ടില്ല. പിന്നെ ഈ പറയുന്നത് പോലെ കുറച്ച് റീൽസും കുറച്ച് ആൽബവും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് കരുതിയിട്ട് ഇവരൊരു പ്രഗത്ഭയായിട്ടുള്ള ഒരു നടിയുമല്ല. അപ്പം അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഒന്നും ഇവർക്കില്ല. അപ്പം അങ്ങനെ ഒരാളെ ഇങ്ങനെ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി മാസാമാസം കൊണ്ടുപോവുകയും ലക്ഷങ്ങൾ വില മതിക്കുന്ന ഇതുപോലെയുള്ള സമ്മാനങ്ങൾ കൊടുത്തുവിടുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ സഹതാപം, സിമ്പതി ഒന്നും മാത്രമല്ല, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നിഗൂഢതകൾ ഉണ്ടാകാം. എന്തായാലും ഇങ്ങനെയുള്ള നിഗൂഢതകളെ അധിക നാളൊന്നും മൂടി വെക്കാൻ പറ്റത്തില്ല. ഇതുപോലെ പയ്യെ 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 പുറത്തു വരും.